വന്ന് ജ്യൂസിന്റെ ആട്ടി സ്പീഡിലാണ് മുട്ടായി തിന്നത് എത്തത്. മൂന്നാം സ്ഥലത്തേക്ക് പോയാൽ മൂഞ്ചെന്നുള്ള നാലാമത്തെ ആളുകളെ പരിചയപ്പെടുത്താം. ഇതാണ് മിന്റ് പത്തക്ക. വന്നപ്പോ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞ പോണ അവസ്ഥ ആയിക്കണേ. ഇന്ന് കുറച്ച് ഓർഡർ കൊടുക്കാനുള്ളത് നമ്മൾ സ്റ്റോറേജ് തുറന്നിട്ട് കുറച്ച് ബോട്ടിൽ എടുക്കണം. അപ്പൊ എല്ലാ ജ്യൂസും കുപ്പിയിലാക്കിയാണ് നേരത്തെ കാലത്ത് ഐസ് ഇട്ടാണ് ബോക്സ് നമ്മൾ എത്തിച്ചെടുത്തത്. ഓനക്കൊരു വണ്ടി എടുക്കണം പറഞ്ഞാൽ നമ്മളെയും കൂട്ടായിട്ട് പോയത് നേരെ കോഴിക്കോട്ട് അങ്ങാടിക്ക്. അവിടത്തേക്ക് കയറിക്കുമ്പോൾ ഇവിടെ ആകെ വണ്ടി കൊണ്ട് വണ്ടി. ഇതിൽ ഏതാക്കാരോ ഓന്റെ വണ്ടി അല്ലെങ്കിലും സാധനം കണ്ടുപിടിച്ചാൽ നമ്മളെ MD യോട് മാത്രമേ കഴിയുള്ളൂ. കായില്ലാതെ ഇറച്ചിക്ക് വന്ന അവസ്ഥ പോലെ ആയിക്കണം ഇന്റെ അവസ്ഥ. പാവങ്ങൾ എത്തോ തിന്നാൻ കിട്ടും വിചാരിച്ച് നിൽക്കുകയാണ്. ക്ഷമ കിട്ടാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വിചാരിക്കുമ്പോ പഠിച്ചോലെ എന്ന് ബാങ്ക് കൊടുത്തിയല്ലോ. ഏതോ എന്റെ കിളി. വന്നവര് മൊത്തം പോലെ കണ്ണിക്ക് നോക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. കുറെ പേപ്പറും കൊണ്ടുവന്ന് നമ്മളായത് കുറെ ഉപ്പും വാങ്ങിയാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. MDക്ക് ദേഷ്യം പിടിച്ചാണ്ട് കുപ്പി എടുത്താണ്ട് ബാപ്പാട് തലയിൽ അടിച്ച് പൊട്ടിച്ചു എന്നാണ് എന്റെ പേടി. ഇന്നത്തെ നോമ്പുതറ പുറത്തു നോക്കാന്ന് പറഞ്ഞപ്പോ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് നോമ്പുതറ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് 2 മണിക്കൂർ കാത്തുന്ന ശേഷം ഞങ്ങൾ ഇവിടുന്ന് പോകില്ലാന്ന് കണ്ടപ്പോൾ സാധനം തന്നെ. ഇനി എന്തെങ്കിലും പള്ളിയിലാക്കട്ടെ എന്ന് കരുതി നമ്മൾ നേരെ പോലെ സൂഫി മന്തിക്ക് ചെന്ന പാടന്നെ MDനെ കുടിച്ചാണ് കസാര എടുത്ത് നമ്മൾ ലോക്കാക്കി. അങ്ങനെ വരുന്ന വൈകി ഒരു കുത്തന കേസ് കൂടി തിന്നിട്ട് നമ്മൾ ഇന്നത്തെ കാരണം തീർത്ത് ബാക്കി നാളെ.